ഇന്ന് രാഗവൈവിധ്യത്തിൽ എടുത്തേക്കണ രാഗം ബിലഹരി. ബിലഹരി 29ാമത്തെ മേളകർത്തരാഗായ ശങ്കരാഭരണത്തിൽ നിന്നാണ് ജന്യം. ഇതൊരു ഔഡവ സമ്പൂർണ്ണ രാഗമാണ്. ഇതില് മോഹനത്തിന്റെ ആരോഹണവും അവരോഹണത്തില് ശങ്കരാഭരണത്തിന്റെ അവരോഹണമാണ് വരുന്നത്. നമുക്കിതിന്റെ ആരോഹണ അവരോഹണങ്ങളൊന്ന് നോക്കാം. സരി ഗ പ ദ സ സാ നി ധ പ മ ഗ രി സ. സരി ഗ പ ദ സ സാ നി ധ പ മ ഗ രി സ. ഇതാണ് ഇതിന്റെ ആരോഹണ അവരോഹണങ്ങൾ വരുന്നത്. ഇതിന്റെ സ്വരസ്ഥാനങ്ങൾ വരുന്നത് ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരകാന്താരം, പഞ്ചമം, ചതുശ്രുതി ദൈവതം. ഏകത്തിലുള്ള കുറച്ച് പ്രധാന കൃതികളും സിനിമാ പാട്ടുകളും നോക്കാം. ആദ്യം തന്നെ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഒരു കൃതി, ശ്രീബാലസുബ്രഹ്മണ്യ ഗജാഗ്രകന്യ. ശ്രീബാലസുബ്രഹ്മണ്യ ഗജാഗ്രകന്യ. ശ്രീബാലസുബ്രഹ്മണ്യ ഗജാഗ്രകന്യ. ശ്രീബാലസുബ്രഹ്മണ്യ ഗജാഗ്രകന്യ. ശ്രീ ചിദാനന്ദ നാഗവരണ്യ. ശ്രീബാലസുബ്രഹ്മണ്യ ഗജാഗ്രകന്യ. ശ്രീ ചിദാനന്ദ നാഗവരണ്യ. ശ്രീബാലസുബ്രഹ്മണ്യ. ഇതാണ് ആദ്യത്തെ ബിലഹരി രാഗത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട കൃതി. അടുത്ത കൃതി എന്ന് പറയുന്നത് ശ്രീ മധുരാപുരി നിഹാരിണി എന്ന് പറഞ്ഞിട്ടൊരു കൃതി. മുത്തുസ്വാമി ദീക്ഷിതരുടെ തന്നെ ശ്രീ മീനാക്ഷി ശ്രീ വരലക്ഷ്മി എന്ന് പറഞ്ഞിട്ടൊരു കൃതി. അതുപോലെ സ്വാതി തിരുനാളിന്റെ സ്മരസദാനസ ബാലഗോപാലം. സ്മരസദാനസ ബാലഗോപാലം. ഈ ഒരു കൃതി ഗോപപാലം സേവേഹം എന്ന് പറഞ്ഞിട്ട് സ്വാതി തിരുനാളിന്റെ തന്നെ ഒരു കൃതി. വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വരജതി ഉണ്ട്. രവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. രവേണു ഗോപാല രാജിത സദ്ഗുണ ജയശീല. ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്വരജതിയാണ് അത്. ബിലഹരി രാഗത്തിലാണ്. ഇതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് മൈസൂർ വാസുദേവാചാര്യരുടെ ശ്രീചാമുണ്ടേശ്വരി. ശ്രീചാമുണ്ടേശ്വരി ഒരു കൃതി. ഇതുപോലെ തന്നെ ത്യാഗരാജ സ്വാമികളുടെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു കൃതിയാണ് കനുകൊണ്ടിനി ശ്രീരാമുനി നേടു. കനുകൊണ്ടിനി ശ്രീരാമുനി നേടു. ശ്രീ കനുകൊണ്ടിനി ഈ ഒരു കൃതി. അതുപോലെ തന്നെ ശ്രീ ത്യാഗരാജ സ്വാമികളുടെ തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു കൃതി. ഈ കൃതി പാടി മരിച്ച ഒരാളെ ജീവിപ്പിച്ചതായിട്ട്
പറയുന്നുണ്ട് ത്യാഗരാജ സ്വാമികൾ. ആ ഒരു കൃതി എന്നൊരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കൃതി, മറ്റൊരാളെ ജീവിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന ആ ഒരു കൃതി. പിന്നെ ത്യാഗരാജ സ്വാമികൾ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള വേറൊരു കൃതിയാണ് എന്നൊരു കൃതി. ഇതും ബിലഹരി രാഗത്തിലാണ്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട ബിലഹരി രാഗത്തിലുള്ള കൃതികൾ. ഇനിയും കുറെ കൃതികളുണ്ട് ബിലഹരി രാഗത്തിൽ. പിന്നെ ഇനി കുറച്ച് പ്രധാനപ്പെട്ട സിനിമാ പാട്ടുകളാണ് പറയാൻ പോണത്. ആദ്യം തന്നെ ദേവിഗീതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആൽബത്തിലെ പാട്ടാണ്. ആപതിക്കും കരണീയം അമ്മേ, ഈ ഒരു പാട്ട്. കല്യാണ കച്ചേരി പാടാമതി, ഈ പാട്ട്. പ്രിയതമാ പ്രിയതമാ പ്രണയലേഖനം എങ്ങനെ എഴുതണം, മുനികുമാരകനല്ലോ ഞാനൊരു മുനികുമാരകനല്ലോ, ഈ ഒരു പാട്ട്. ബാഹുബലിയിലെ മുകിൽ വർണ്ണ എന്ന് പറഞ്ഞൊരു പാട്ട് ബിലഹരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. മിസ്റ്റർ ബട്ട്ലറിലെ ഗുണജയശീല അമ്പാടിക്കുഴലല്ലേ പൊന്നോട കുഴലല്ലേ നറുവെണ്ണ കുടമല്ലേ നീയെ കണ്ണ, ഈ ഒരു പാട്ട് ബിലഹരിയിലാണ്. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം, ഈ ഒരു പാട്ട്. കമലതളത്തിലെ ആനന്ദ നടനം ആടിന, ഈ ഒരു പാട്ട് രാഗമാലികയാണ്. ഇതില് ബിലഹരി, ദേവകാന്താരി, ഹിന്ദോളം, ദർബാരി, കാനഡ, കാമ്പോജി ഇത്തരം രാഗങ്ങളാണ് ഈ ഒരു പാട്ടിൽ വരുന്നത്. അടുത്ത പാട്ട് കതിർ മണ്ഡപം സ്വപ്നശ്രുതി മണ്ഡപം എന്നൊരു പാട്ട്. അത് രാഗമാലികയാണ്. ഇതില് ബിലഹരി, കാപ്പി എന്നീ രാഗങ്ങളാണ് വരുന്നത്. കുമാരസംഭവത്തിലെ നല്ല ഹൈമവത ഭൂമിയിൽ വസന്ത നന്ദിനിമാർ വന്നു, ഈ ഒരു പാട്ട് ബിലഹരി രാഗത്തിലാണ്. പിന്നെ ഒരു താരാട്ടുപാട്ടുണ്ട്. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ, നീലപ്പീലി കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ പൂഞ്ചേലാടാലോ.
ഈ ഒരു പാട്ട്. പിന്നെ പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ എടുത്ത കാണാ കണ്ണീർ കാണും നീരാ എന്നും എൻ ചാരേ നീ ഓ കനവിൽ നനയാതെ എന്നെന്നും നീ മാത്രം. ഈ ഒരു പാട്ട് ബിലഹരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. പിന്നെ പൂച്ചയ്ക്കൊരു മണി കിട്ടും എന്ന് പറഞ്ഞൊരു പൂച്ചയ്ക്ക് 6 മണി കിട്ടും എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിലത്തെ തിങ്കൾ നോയമ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ബിലഹരി രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരുന്നത്. ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കൃതികളും സിനിമാ പാട്ടുകളും ബിലഹരി രാഗത്തിലുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.